നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികളിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 1 കൂട്ടിയപ്പോൾ 3/5 കിട്ടി, ഛേദത്തോട് 3 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 4/1 കിട്ടി എങ്കിൽ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്ക് തൽക്കാലം ഭിന്നസംഖ്യയെ x/y എന്നെടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 1 കൂട്ടിയപ്പോൾ 3/5 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭിന്നസംഖ്യ സമം x/y ആണെങ്കിൽ അതിൻ്റെ അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ അപ്പോൾ എങ്ങനെ കിട്ടും? x+1 എക്സിനോട് കൂടി 1 കൂട്ടിയിട്ട് ലഘൂകരിച്ചപ്പോൾ എത്ര കിട്ടി? 3/5 കിട്ടി. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഇതിനൊന്ന് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം മീൻസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ. ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് വരുന്നവർ അല്ലെങ്കിൽ അതും കൂടെ ചെയ്ത് നോക്കണം എന്നുള്ളവർ ആ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പിൽ x+1 × 5 ഇപ്പുറത്ത് വന്ന് മൾട്ടിപ്ലൈ ആകും അല്ലേ? ഹരിച്ചിരിക്കുന്ന 5 അപ്പുറത്ത് വന്ന് ഗുണിക്കും. 3 × ഈ y ഇപ്പുറത്ത് വന്ന് മൾട്ടിപ്ലൈ ആകും. 3 × y. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 5 × x+1 അല്ലെങ്കിൽ x+1 5 ഇരട്ടി. അപ്പോൾ എങ്ങനെ എഴുതാം? x-ൻ്റെ 5 ഇരട്ടി 5x, 1-ൻ്റെ 5 ഇരട്ടി 5, 1 5 5 അല്ലേ? =3y. ഇക്വേഷനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 5x + 3y 5x - 3y ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് y ഇപ്പുറത്ത് വരുന്നു, -3y = ഈ 5 അപ്പുറം പോകുന്നു. അപ്പോൾ -5 കൂട്ടിയിരിക്കുന്ന 5 അപ്പുറത്ത് പോകുന്നു. ഇത് ഇക്വേഷൻ 1 നമുക്കെടുക്കാം. ഇക്വേഷൻ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ഛേദത്തോട് 3 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 4/1 കിട്ടി. ഛേദം അപ്പോൾ x/y +3 അല്ലേ? ഛേദത്തോട് 3 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എത്ര കിട്ടി? 4/1 കിട്ടി. പിന്നെ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4 × x = 1 × y + 3. അപ്പോൾ 4x = y + 3. 1 × y + 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? y + 3 തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡായിരിക്കും എളുപ്പം. ഏത്? വൈയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. വൈയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. സോ y മാത്രമാക്കുക. y = 4x + 3. ഇവിടെ കൂട്ടിയിരിക്കുന്ന 3-നെ അപ്പുറം കൊണ്ടുപോയി കുറയ്ക്കുക. അതായത് 4x - 3. സോ വൈയുടെ വാല്യൂ നമുക്കായി. y എന്ന് പറയുന്നത് 4x-നോട് 3 കുറയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്നുകൂടെ ഇങ്ങനെ മാറ്റാം. 5x ഫസ്റ്റ് ഇക്വേഷൻ ബിക്കംസ് അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ബിക്കംസ് 5x - 3 × വൈയുടെ വാല്യൂ അല്ലേ? 3 × വൈയുടെ വാല്യൂ 4x - 3 = എത്രയാണ്? -5. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 5x മൈനസ് ഇതിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ 4x-ൻ്റെ 3 ഇരട്ടി എത്രയാണ്? 4 × 3 12x അല്ലേ? -12x. ഇനി ഇവിടെ മൈനസും മൈനസും കൂടെ ആകുമ്പോൾ പ്ലസ് ആവും. +3 × 3 3-ൻ്റെ 3 ഇരട്ടി 9 = -5. ഇവിടെ x നമ്മൾ മിസ് ചെയ്ത് അല്ലേ? 12x. സോ അടുത്ത സ്റ്റെപ്പിൽ 5x-ഉം -12x ഇത് രണ്ടും ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് വ്യത്യസ്ത ചിഹ്നമായതുകൊണ്ട് വ്യത്യാസം കണ്ടുപിടിക്കുക. 5x-ഉം 12x-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7x-ൻ്റെ വ്യത്യാസം അല്ലേ? അപ്പോൾ -7x വലുതിൻ്റെ ചിഹ്നം മൈനസാണ് അല്ലേ? 12 ചിഹ്നം മൈനസ് ആയത് -7x
+9 ഈസ് ഈക്വൽ ടു -5 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് പക്ഷേ ഈ +1 ഇക്വേഷൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? -5 ഈ +9 അപ്പുറത്ത് പോകുമ്പോൾ -9. അപ്പോൾ വേരിയബിൾസ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ചരങ്ങളെല്ലാം ഇടതുവശത്തും സ്ഥിരസംഖ്യകളെല്ലാം വലതുവശത്തുമായി. നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാം. -7x ഈസ് ഈക്വൽ ടു എത്രയാണ്? രണ്ടുകൂടെ കൂട്ടുക, -14 അല്ലേ? -14. സോ എക്സ് ഈസ് ഈക്വൽ ടു -14. ഈ 7നെ അപ്പുറം കൊണ്ടുവന്ന് ഹരിക്കുക അല്ലേ? ഗുണിച്ചിരിക്കുന്ന 7ആണ് ഇവിടെ. അപ്പോൾ അപ്പുറത്ത് കൊണ്ടുവന്ന് ഹരിക്കുക. എന്ത് 7ആണ്? -7 അല്ലേ? -7. മൈനസും മൈനസും വെട്ടിപ്പോയി. ദെൻ എത്ര 7ആണ്? 14. 2 1 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി? വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ y ഈസ് ഈക്വൽ ടു therefore x ഈസ് ഈക്വൽ ടു therefore y ഈസ് ഈക്വൽ ടു 4 × 2 - 3 അല്ലേ? y ഈസ് ഈക്വൽ ടു 4x - 3 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 4 × എക്സിന് പകരം 2, 4 × 2 - 3 എത്രയാണ്? 4 × 2 4 2 8 -3 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ വൈയുടെ വില 5 എണ്ണം കിട്ടി. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ എന്താണ്? ഭിന്നസംഖ്യ സമം x/y ഈസ് ഈക്വൽ ടു 2/5 അല്ലേ? 1 കൂടി കഴിഞ്ഞാൽ 3/5. ഇനി ഛേദത്തോടൊന്ന് 3 കൂട്ടിക്കഴിഞ്ഞാൽ 8 ഇല്ലേ? ഛേദത്തോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ 8, 2/8 എന്ന് പറയുന്നത് 1/4. അപ്പോൾ ഭിന്നസംഖ്യ 2/5 എന്ന് നമുക്ക് എഴുതാം. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ.